അഡ്വക്കേറ്റ് ജയശങ്കർ, വിവരാവകാശ നിയമം സംബന്ധിച്ച് ഇന്നിപ്പോൾ കോടിയേരി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ്? ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്താൽ അടുത്ത സെക്കൻഡിൽ ഒരു അപേക്ഷ കൊടുക്കുകയൊന്നും വേണ്ട, സർക്കാർ വെബ്സൈറ്റിൽ പോയാൽ അപ്പം തന്നെ കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിനെക്കുറിച്ച് ഇത്ര വിവാദം ഉണ്ടായത്. സർക്കാർ തീരുമാനമെടുത്തത് അപ്പം തന്നെ വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല. പല കാര്യങ്ങളിലും ഇപ്പോൾ അപേക്ഷ കൊടുത്താലും കിട്ടുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ പോലും കിട്ടാത്ത കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ജയിൽ വകുപ്പ് ശുപാർശ ചെയ്ത് ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടി കൊടുത്ത ആളുകളുടെ ലിസ്റ്റ്, ജയിൽ വകുപ്പ് കൊടുത്ത ലിസ്റ്റ് നമ്മൾ അപേക്ഷ കൊടുത്താൽ കിട്ടും, ജയിൽ വകുപ്പിൽ അപേക്ഷ കൊടുത്താൽ കിട്ടും. പക്ഷേ സർക്കാർ തീരുമാനം എടുത്ത് ഗവർണർ കൊടുത്ത ലിസ്റ്റ്, ആ ലിസ്റ്റ് നമ്മളൊരു അപേക്ഷ കൊടുത്ത് നോക്കും. അപേക്ഷ കൊടുത്തിട്ട് ഇന്ന ദിവസം വരെ കിട്ടിയിട്ടില്ല. അത് ആർക്കും അറിയില്ല ആരുടെയൊക്കെ പേരാണ് കൊടുത്തത്, ആരുടെയൊക്കെയാണ് കൊടുക്കാത്തത് എന്നുള്ളത്. അത് ഇന്ന ദിവസം രഹസ്യമായിട്ടിരിക്കണം. അപ്പോൾ സർക്കാർ തീരുമാനം എല്ലാവരും അറിയുമായിരുന്നെങ്കിൽ അപേക്ഷ കൊടുത്താൽ കിട്ടണ്ടേ? വെബ്സൈറ്റിൽ പോട്ടെ, വെബ്സൈറ്റിൽ ഇടണ്ട. അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനകത്ത് മറുപടി തരണ്ടേ? പ്രകാശ് ബാബു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം നല്ലത്. ഞാൻ എൻ്റെ അറിവിലും അനുഭവത്തിലും പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തർക്കമുണ്ടായത് സർക്കാർ. അതെ, വിവരാവകാശ നിയമം അനുസരിച്ച് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എടുത്ത ഒരു തീരുമാനത്തിനെതിരായിട്ടുള്ള ഒരു അപ്പീലാണ് നമ്മുടെ ചർച്ചാ വിഷയമായിട്ട് വന്നത്. അതിൽ വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് കോടിയേരി പറഞ്ഞ CPM-ൻ്റെ നിലപാടും ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ്റിന് വേണ്ടി കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനകത്ത് ക്യാബിനറ്റിന്റെ തീരുമാനം കൊടുക്കുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ കൊടുക്കാതിരിക്കാൻ അനുവദിക്കണം എന്നുള്ള പ്രയർ വന്നു. പൂർണ്ണതയിൽ കൃത്യമായ വ്യാഖ്യാനം കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇടത് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒന്നാം UPA കാലത്ത് ഈ വിവരാവകാശ നിയമം കൊണ്ടുവരാൻ UPAക്ക് ഒപ്പം നിന്നിരുന്ന നിലപാടാണ് CPM-നുണ്ടായിരുന്നത്. പാർലമെന്റിനകത്ത് പിന്തുണച്ചു. പിന്നീട് മൻമോഹൻ സിംഗ് അതിൽ നിന്ന് പിന്നാക്കം പോയപ്പോൾ സമരം വരെ നടത്തിയിട്ടുണ്ട്, കാരാട്ടടക്കം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെറ്റീഷനകത്ത് ഗവൺമെന്റിന് വേണ്ടി ആ പെറ്റീഷൻ file ചെയ്തപ്പോൾ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 1/1/2016 മുതൽ 30/4/2016 വരെയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ താങ്കൾ ഈ പറയുന്നത്? അപേക്ഷ എന്നൊക്കെ പറയുന്നത് ഹൈക്കോടതിയിൽ പോയ കാര്യം പറയുന്നത് അതല്ലാത്ത കാര്യങ്ങളുമുണ്ട് ശ്രീ പ്രകാശ് ബാബു. അതെ, ഞങ്ങളുടെ രണ്ട് പാർട്ടിയുടെയും നിലപാടുകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസമുള്ളത് കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് തെറ്റാണെന്ന് കോടിയേരി പറഞ്ഞില്ല. അത്രമാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച മൂന്നാറിലെ കയ്യേറ്റത്തിൽ ഞങ്ങൾ പറഞ്ഞു കയ്യേറ്റം തെറ്റാണ്, കോടിയേരിയും പറഞ്ഞു കയ്യേറ്റം തെറ്റാണ്. എന്നാൽ അവിടെ പ്രാദേശികമായ ചില ആളുകൾ അവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരെ തടയാൻ വന്നു. അത് തെറ്റാണെന്ന് CPM പ്രവർത്തകരായിരുന്നല്ലോ, അത് തുറന്നു പറയണ്ടേ? അത് മാറ്റി നിർത്തിക്കൊണ്ടാണല്ലോ പറയുന്നത് ചില ആളുകൾ. അത് വ്യക്തമായി ഞങ്ങൾ തുറന്നു പറഞ്ഞു. അത് വ്യക്തമായി പിന്നെ നമ്മുടെ മീഡിയാസ് എല്ലാം ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യത്തക്കവണ്ണം സബ് കളക്ടറെ തടഞ്ഞ ആളുകളെയൊക്കെ കാണിച്ചു. അത് തെറ്റായിപ്പോയി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കുന്നു. അവർ തെറ്റ് കാണിച്ചവർ ആ ഷെഡ് എടുത്ത് മാറ്റുകയും ചെയ്തു. നക്സലൈറ്റ് വർഗീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഫയൽ ചെയ്ത അഫിഡവിറ്റ് അത് പിൻവലിക്കണം, അത് തിരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കോടിയേരിയും ഇന്ന് അത് തന്നെ ആവശ്യപ്പെട്ടു. ആ അഫിഡവിറ്റ് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളത് കോടിയേരിയും പറഞ്ഞു. മൂന്നാറിലെ കാര്യത്തിൽ CPM ഒരേ നിലപാടിലേക്ക് എത്തി എന്ന് വിശ്വസിക്കുകയാണോ താങ്കൾ? CPIയുടെ സംസ്ഥാന നേതൃത്വവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞ അഭിപ്രായങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പ്രാദേശികമായി ചില ആളുകൾ അതിനെ തടസ്സം ചെയ്തു എന്നാണ് കോടിയേരി ഇന്ന് വ്യക്തമാക്കിയത്. ആ പ്രാദേശികമായി പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പിന്നെ മീഡിയാസ് കാണിച്ച പിന്നെ ചിത്രങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. MLA ഉണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, പ്രാദേശികമായ പ്രവർത്തകരുണ്ട്. അവർ സബ് കളക്ടറെ ചെയ്തത് തടഞ്ഞത് തെറ്റാണെന്നും കോടിയേരി പറഞ്ഞില്ലേ? ശ്രീ എം പി രാജേഷ്, ഇന്നിപ്പോൾ പ്രത്യേക പോലീസ് സേനയെ നൽകിയിരിക്കുകയാണ് സബ് കളക്ടർക്ക് കയ്യേറ്റം ഒഴിപ്പിക്കാനായിട്ട്. നേരത്തെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയപ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം പോലീസിന് സഹായം തേടിയില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ കോടിയേരി വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത്. അല്ല, ഞാനതിൽ വരുന്നതിന് മുമ്പ് ഇവിടെ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. അതിലൊരു വ്യക്തത വരുത്തിക്കോട്ടെ.
ഇവിടെ ഈ ഗവൺമെൻറ് ഒരു ഘട്ടത്തിലും വിവരാവകാശ നിയമപ്രകാരം മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. തെറ്റായിട്ട് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും മറ്റ് പല കാര്യങ്ങളെയും പോലെ തികച്ചും തെറ്റായൊരു പ്രചരണം അഴിച്ചുവിടുകയുമാണ് ചെയ്തത്. എന്താ സർക്കാർ പറഞ്ഞത്? സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സർക്കാർ വെബ്സൈറ്റിൽ മന്ത്രിസഭാ യോഗ തീരുമാനം അപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി കോടതിയിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? കോടതിയിൽ പോയത് കൊടുക്കാതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനകത്ത് തന്നെയുള്ള ചില അവ്യക്തതകളുണ്ട്, ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മന്ത്രിസഭാ യോഗ തീരുമാനമായി കഴിഞ്ഞാൽ അതാത് വകുപ്പുകളിലേക്കാണ് പോകുന്നത്. ജിയോ ഇറങ്ങുന്നത്, ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുന്നത് അതാത് വകുപ്പുകളിൽ നിന്നാണ്. ആ ഘട്ടത്തിൽ ഈ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണ് ഈ വിവരങ്ങൾ പുറത്തു കൊടുക്കേണ്ടത്? ഇക്കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. ആ സാങ്കേതികത്വം അവ്യക്തത തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് കോടതിയിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ ക്യാബിനറ്റ് നോട്ട് വരുമ്പോൾ കസ്റ്റോഡിയൻ ചീഫ് സെക്രട്ടറിയാണ്. അത് ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്യുന്നു. ക്യാബിനറ്റിൻ്റെ തീരുമാനമായി കഴിഞ്ഞാൽ അതാത് വകുപ്പുകളിലേക്കാണ് പോകുന്നത്. പിന്നെ ഉത്തരവിറങ്ങുന്നത് അതാത് വകുപ്പുകളിലാണ്. അപ്പോൾ ഉത്തരവ് ഇറങ്ങുന്നത് വരെ, മന്ത്രിസഭാ യോഗ തീരുമാനം സംബന്ധിച്ച് ഉത്തരവിറങ്ങുന്നത് വരെ ഇതിൻ്റെ വിവരം പുറത്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലഭ്യമാക്കേണ്ടത് ആരാണ്? അവ്യക്തത നിൽക്കുന്നു. ആ അവ്യക്തത പരിഹരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനം എന്ന നിലയിൽ സർക്കാർ വെബ്സൈറ്റിൽ അത് കൊടുക്കുന്നുണ്ടല്ലോ. അത് പബ്ലിക് ഡൊമൈനിൽ വരുന്നുണ്ടല്ലോ വെബ്സൈറ്റ് വഴി. അപ്പോൾ എവിടെയാണ് മറച്ചു വെക്കുന്നത്? ഇങ്ങനെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യം പ്രചരിപ്പിക്കുകയാണ്. പിന്നെ പല ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടൊന്നല്ല പറയുന്നത്. ചില ആളുകൾ ആസൂത്രിതമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ബാക്കി ആളുകൾ മനസ്സിലാക്കിയും മനസ്സിലാക്കാതെയും പാതി മനസ്സിലാക്കിയും ഒക്കെ ഇത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണ് അക്കാര്യത്തിലുള്ള വസ്തുത. മൂന്നാർ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ ശ്രീ സഖാവ് പ്രകാശ് ബാബു പറഞ്ഞത് തന്നെയല്ലേ ശരി? CPM ഉം CPI ഉം ഒരേ അഭിപ്രായത്തിലാണ്. കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നതാണ്. ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രായോഗിക നടപടികളിലാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. ആ ആശയക്കുഴപ്പം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. പോലീസ് സഹായം ലഭ്യമാക്കിയിട്ടില്ലേ? വളരെ ധീരമായ ചടുലമായിട്ടുള്ള നടപടി ഗവൺമെൻറ്റിൽ നിന്നുണ്ടായില്ലേ? കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും സർക്കാർ പ്രകടിപ്പിക്കുന്നത് കൊണ്ടും സർക്കാരിന് ഇക്കാര്യത്തിൽ സുതാര്യമായ തുറന്ന സമീപനമുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് സഹായം ഇപ്പോൾ ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ഇനി മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.